ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസം കുടിശ്ശിക ഉണ്ടായിരുന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു ഏത് CPM നേതാവിനെയും, കേരളത്തിലെ LDFന്റെ ഏത് നേതാവിനെയും ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ തെളിയിക്കുക 18 മാസം ഉണ്ടായിരുന്നു. ആകെ ഉണ്ടായത് 3 മാസത്തിൽ താഴെയാണ്. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ എത്ര മാസത്തെ കുടിശ്ശികയുണ്ടായിരുന്നു? ഈ തർക്കം ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരാറുണ്ട്. ചില സാങ്കേതിക തകരാറുകൾ മൂലം ബാങ്ക് വഴിയുള്ള പെൻഷൻ 2-3 മാസം വൈകിട്ടേ ഉള്ളൂ എന്ന് UDF, അതല്ല 1.5 കൊല്ലത്തിൽ കൂടുതൽ കുടിശ്ശികയുണ്ടായിരുന്നു എന്ന് LDF. ഇതിലേതാണ് സത്യം? ബാങ്ക് വഴിയുള്ള പെൻഷൻ എത്ര മാസത്തെ കുടിശ്ശിക വന്നു എന്നറിയാൻ പാസ്ബുക്ക് നോക്കിയാൽ മതിയല്ലോ. 3 പാസ്ബുക്കുകൾ നമുക്ക് നോക്കാം. കൊച്ചുപെണ്ണ് എന്ന കർഷക തൊഴിലാളിയുടേതാണ് ആദ്യത്തെ പാസ്ബുക്ക്. 11/11/2013 മുതൽ പാസ്ബുക്ക് എൻട്രി ഉണ്ട്. 600 രൂപയാണ് പെൻഷൻ. 2013 നവംബറിൽ പെൻഷൻ ഇല്ല, ഡിസംബറിൽ പെൻഷൻ ഇല്ല. 2014 ഒരു മാസവും പെൻഷൻ ഇല്ല. ആദ്യത്തെ പെൻഷൻ കിട്ടിയിരിക്കുന്നത് 2016 ഫെബ്രുവരി 29-നാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം 600 രൂപ മാത്രം. ഒരു കുടിശ്ശികയും കിട്ടിയിട്ടില്ല. ഈ പെൻഷൻകാരിക്ക് എത്ര മാസം കുടിശ്ശികയുണ്ട്? 2013 2 മാസം, 2014 12 മാസം, 2015 12 മാസം, 2016 1 മാസം. ആകെ 27 മാസം കുടിശ്ശിക. അടുത്തത് രാധ എന്ന പെൻഷൻകാരിയുടെ പാസ്ബുക്ക്. 9/11/2013 മുതലാണ് എൻട്രി. 2013-ലും 2014-ലും പെൻഷൻ കിട്ടിയിട്ടില്ല. 600 രൂപയുടെ എൻട്രി കാണുന്നത് 19/6/2015. ആകെ 19 മാസം കുടിശ്ശിക. അടുത്തത് മോഹൻദാസ് എന്ന പെൻഷൻകാരന്റെ പാസ്ബുക്ക്. 22/11/2013 മുതലാണ് എൻട്രി. ആ വർഷം നവംബറിലും ഡിസംബറിലും പെൻഷൻ ഇല്ല. 2014 ഒരു മാസവും കിട്ടിയിട്ടില്ല. 2015 ജൂൺ 19-ന് 600 രൂപ പതിച്ചിട്ടുണ്ട്. ഒരു കുടിശ്ശികയും കൊടുത്തിട്ടില്ല. ഈ 3 പാസ്ബുക്കുകളും പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തം: 19ഉം 27 മാസം കുടിശ്ശിക കഴിഞ്ഞു കിട്ടുന്നതും ഒരു മാസത്തെ ഗഡു മാത്രമാണ്. അതിനുശേഷം ചിലർക്ക് ഓരോ മാസത്തിലും 600 രൂപ. 2016 മെയ് മാസത്തിലാണ് 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. അക്കൊല്ലം ഓഗസ്റ്റിലാണ് കുടിശ്ശിക തീർത്ത് ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള ഉത്തരവ് ഇറങ്ങിയത്. ആ ഉത്തരവ് ചിത്രത്തിൽ കാണാം. ഓഗസ്റ്റ് 18-ന് ഇറങ്ങിയ ധനവകുപ്പിന്റെ 6818-ാം നമ്പർ ഉത്തരവ്. ഓണം പ്രമാണിച്ച് ഒരു മാസത്തെ മുൻകൂർ തുകയടക്കം കുടിശ്ശിക 15,000 രൂപ ലിമിറ്റ് ചെയ്താണ് ഉത്തരവിറങ്ങിയത്. 2016 ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെയുള്ള പെൻഷൻ കൊടുക്കേണ്ടത് പിണറായി സർക്കാരിന്റെ ഉത്തരവാദിത്വമാണല്ലോ. 600 രൂപ വെച്ച് 4 മാസത്തേക്ക് 2400 രൂപ. ആകെ 15,000 കുടിശ്ശിക. അതിൽ നിന്ന് 2400 കുറച്ചാൽ 12,600 രൂപ കുടിശ്ശിക. ഒരു മാസത്തെ പെൻഷൻ 600 രൂപയാണെങ്കിൽ 12,600 രൂപ എത്ര മാസത്തെ പെൻഷനാണ്? 12,600 ഭാഗം 600 സമം 21 എന്ന് വെച്ചാൽ 21 മാസത്തെ കുടിശ്ശിക വരെ 2016 ഓഗസ്റ്റിൽ കൊടുത്തത് പിണറായി സർക്കാരാണ്. കണ്ണിൽ തുളയ്ക്കുന്ന ഈ കണക്ക് മുന്നിലുണ്ട്. എന്നിട്ടാണ് തങ്ങളുടെ കാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയെ വന്നിട്ടില്ലെന്ന് UDFകാർ വാദിക്കുന്നത്. എന്തൊരു തൊലിക്കെട്ടി എന്നല്ലാതെ എന്ത് പറയാം?